നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തിൽ സ്തംഭിച്ച പാർലമെന്റ്. ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ബഹളം വെച്ചത്. പ്ലക്കാർഡുമായി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി. കാര്യോപദേശക സമിതി യോഗത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലെ ചർച്ചയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമെന്ന് ചെയർ നിയന്ത്രിച്ച ജഗദാംബിക പാൽ എം പി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതിയുടെ രാജിയുടെ കാരണം തേടി രാജ്യസഭയും പ്രതിപക്ഷം സ്തംഭിപ്പിച്ചു. ഉപാധ്യക്ഷൻ ഹരിവംശാണ് ഇന്ന് രാജ്യസഭ നിയന്ത്രിച്ചത്. VS-ന് വിട നൽകി തലസ്ഥാനം. വിലാപയാത്ര ആലപ്പുഴയിലേക്ക് തിരിച്ചു. തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മൃതദേഹം പൊതുദർശനം അവസാനിച്ചു. മൃതദേഹം വിലാപയാത്രയായി സജ്ജീകരിച്ച ബസ്സിലേക്ക് മാറ്റി ആലപ്പുഴയിലേക്ക് തിരിച്ചു. ആലപ്പുഴയിലെ വേലിക്കകത്ത് തറവാട്ട് വീട്ടിലേക്കാണ് യാത്ര. ഇന്ന് രാത്രിയോടെ വിലാപയാത്ര ആലപ്പുഴയിലെത്തും. വഴിനീളെ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും VS ആദരമർപ്പിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാളാഞ്ചേരി നടുക്കാവിൽ ഡോക്ടർ സാലിക് മുഹമ്മദിന്റെ ഭാര്യ ഡോക്ടർ CK ഫർസീനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 35 വയസ്സായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ സീനിയർ റെസിഡന്റാണ് ഫർസീന. മഞ്ചേരി വയപ്പാറയിലെ ഫ്ളാറ്റിലെ കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹം. ഇന്നലെ വൈകിട്ട് 4 സഹപാഠികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച സന്ദേശം അയച്ചിരുന്നു. തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലും ഈ സന്ദേശം പങ്കുവച്ചിരുന്നു. ഫർസീന ഇന്നലെ ഉച്ചവരെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നു. യുവതി വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും സഹപ്രവർത്തകർ പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. ജഗദീപ് ധൻഖർ രാജിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും. ഉപാധ്യക്ഷൻ ഹരിവംശാണ് ഇന്ന് രാജ്യസഭ നിയന്ത്രിക്കുന്നത്. ജഗദീപ് ധൻഖറിന്റെ രാജിയുടെ കാരണം തേടി രാജ്യസഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചു. ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ രാജ്യസഭ നിർത്തിവെച്ചു. അതേസമയം ജഗദീപ് ധൻഖറിന് നല്ല ആരോഗ്യം നേർന്ന് പ്രധാനമന്ത്രി ആശംസ അറിയിച്ചു. ഉപരാഷ്ട്രപതി അടക്കം സുപ്രധാന പദവികൾ വഹിക്കാൻ ധൻഖറിന് അവസരം കിട്ടിയിട്ടുണ്ടെന്ന് മോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. രഹസ്യ വിവരം. കായംകുളത്ത് 27-കാരൻ പിടിയിൽ. ആലപ്പുഴ എരമല്ലൂരിൽ എക്സൈസിന്റെ വൻ ലഹരിവേട്ട. കഞ്ചാവും മെത്താഫിറ്റമിനുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. എഴുപുന്ന സ്വദേശി അർജുൻ K രമേശാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. 3.22 ഗ്രാം മെത്താഫിറ്റമിനും കഞ്ചാവും എക്സൈസ് സംഘം അച്ഛന്റെ കൈവശം നിന്ന് കണ്ടെടുത്തു. VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച അധ്യാപകൻ അറസ്റ്റ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട അധ്യാപകനെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം നഗരൂർ സ്വദേശിയായ അനൂപിനെയാണ് നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. VS-നെ പേരെടുത്ത് പറയാതെയുള്ള അനൂപിന്റെ വെറുപ്പ് നിറഞ്ഞ സ്റ്റാറ്റസ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. പലരും അനൂപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിഭജിക്കയുടെ മൃതദേഹം ഇന്ന് വൈകിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകും. നടപടികൾ പൂർത്തിയായതായി ബന്ധുക്കൾ. 2 ആഴ്ച മുമ്പ് ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശി വിഭജിക്കയുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് UAE സമയം 5:45 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയായി. ഷാർജയിലെ ഫോറൻസിക് ലാബിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് എംബാമിംഗ് നടപടികൾ പൂർത്തീകരിച്ചത്. ഭർത്താവ് നിതീഷും വിഭജിക്കയുടെ അമ്മയും സഹോദരങ്ങളും എംബാമിംഗ് കേന്ദ്രത്തിലെത്തിയിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ബന്ധുക്കൾ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച രേഖകൾ ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറുകയും ചെയ്തു. പ്രാർത്ഥനകൾ വിഫലം. പുഴയിൽ ചാടി മരിച്ച റീമയുടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി മരിച്ച റീമയുടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. 2.5 വയസ്സുകാരനായ കൃഷിവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താനായത്. കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് വേങ്ങര സ്വദേശി റീമ കുഞ്ഞുമായി പുഴയിൽ ചാടിയത്. നീണ്ട തെരച്ചിലിനൊടുവിൽ ഞായറാഴ്ച രാവിലെയോടെയാണ് റീമയുടെ മൃതദേഹം കണ്ടെടുത്തത്. എന്നിട്ട് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. റെയിൽപാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ. ഒറ്റപ്പാലത്തെ ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന് സംശയം. പാലക്കാട് ഒറ്റപ്പാലത്തെ ട്രെയിൻ അട്ടിമറി ശ്രമം. റെയിൽപാളത്തിൽ നിന്നും ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തി. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മായന്നൂർ മേൽപ്പാലത്തിന് സമീപം 5 നിന്നാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. പാലക്കാട് ഭാഗത്തേക്ക് കടന്നുപോയ മെമ്മൂലെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പാളത്തെയും കോൺക്രീറ്റ് സ്ലീപ്പറിനെയും ബന്ധിപ്പിക്കുന്ന 5 ER ക്ലിപ്പുകൾ കണ്ടെത്തിയത്. ഉറപ്പുള്ള ഇരുമ്പായതിനാൽ അപകട സാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ RPF-ഉം ഒറ്റപ്പാലം പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിൽ നാളെ ഗതാഗത നിയന്ത്രണം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാരം നടക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു.
ദീർഘദൂര ബസ്സുകൾ ബൈപ്പാസ് വഴി പോകാനും നഗരത്തിലേക്ക് പ്രവേശിക്കരുതെന്നുമാണ് അറിയിപ്പ്. ചേർത്തല ഭാഗത്തു നിന്ന് വരുന്ന ദീർഘദൂര സർവീസുകൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കൊമ്മാടി ബൈപ്പാസ് കയറി കളർകോട് വഴി അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോകണം. അമ്പലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന ദീർഘദൂര സർവീസുകൾ കളർകോട് ബൈപ്പാസ് കയറി ചേർത്തല ഭാഗത്തേക്ക് പോകണമെന്നും KSRTC അധികൃതർ അറിയിച്ചു.